നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം. 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 33. അറിവു നിജസ്ഥിതിയറിഞ്ഞിടാനായി ധരമുതലായ വിഭൂതിയായി താനേ മറിയും അവസ്ഥയിലേറി മാറി വട്ടം തിരിയുമലാദസമം തിരിഞ്ഞിടുന്നു. പിന്നെയും ഇരുളിലിരുന്നറിയുന്നതായ അറിവിനെപ്പറ്റി പറയുന്നു. മണ്ണിൽ മറഞ്ഞു കിടക്കുന്ന വിത്തിലിരുന്നു കൊണ്ട് ആത്മാവായ അറിവ് പറയുന്നു, ഉണരൂ. ജലവും ക്ഷാരങ്ങളും ജീവകങ്ങളും ഈ മണ്ണിൽ ധാരാളമുണ്ട്. നിന്റെ വേരുകൾ നീട്ടി അവയെല്ലാം ആവോളം ഭക്ഷിക്കുക. അങ്കുരമേ, നീ ഈ തോട് പൊട്ടിച്ച് മണ്ണിനെയും പിളർന്നു പുറത്തു പോകൂ. അവിടെ ഊർജങ്ങളുടെയെല്ലാം ദാതാവായ സൂര്യദേവൻ ദിവസവും വന്ന് നിനക്ക് വെളിച്ചം നിറഞ്ഞ ജീവിത വിഭവം പകർന്നു തരും. വായുവിൽ നിനക്കാവശ്യമായ ഇംഗലാമ്ലവും അതിൽ നിനക്ക് തടിവയ്ക്കുവാനുള്ള കരുത്തും ഇരിപ്പുണ്ട്. കുഞ്ഞിക്കാറ്റുകൾ വന്ന് നിന്നെ തലോടും. നിനക്ക് പച്ചിലകൾ ഉണ്ടാക്കി അതിൽ ഊർജം ശേഖരിച്ചു വെച്ച് നിക്ഷേപം ഉണ്ടാക്കാം. ആ അറിവ് ലോകത്തെ മുഴുവൻ ഹരിതാഭമാക്കുന്നു. ജീവികളെയെല്ലാം ഊട്ടിപ്പോറ്റി വളർത്തുന്നു. കോടാനുകോടി ബീജങ്ങൾ ഗർഭപാത്രത്തിൽ പ്രവേശിക്കുമ്പോൾ അറിവ് അവിടെ ഒളിഞ്ഞിരുന്ന് പറയുന്നു, കോട്ട്, ഇത്രയും പേർക്ക് സ്ഥലമില്ല, നിങ്ങളിൽ ഒരാൾ മാത്രം വരൂ. ഇതാ, ഈ അണ്ടത്തിന്റെ വാതിൽ ഞാൻ തുറന്നു വെച്ചിരിക്കുന്നു, ഇതിൽ പ്രവേശിക്കൂ. അൺകോട്ട്. ബീജസങ്കലനം പൂർത്തിയാകുന്നത് കണ്ട് ഇരുളിലിരുന്ന അറിവ് സന്തോഷിക്കുന്നു. ബീജത്തിൽ കണ്ണും പൂട്ടിയിരിക്കുന്ന ജീവനോട് അറിവ് പറയുന്നു, കോട്ട്, കുറച്ചുകൂടി വളർന്നിട്ട് 2 മുറിയൂ, പിന്നെയും പെരുകി 4 വളർന്ന് പൂർണ്ണരൂപം പ്രാപിക്കാൻ ഞാനൊരു കരുവ് തരാം. അൺകോട്ട്. ഒരേ അറിവ് തന്നെ എല്ലാറ്റിൻ്റെയും കരുവായിത്തീരുന്നു. എല്ലാ ജീവജാലങ്ങളുടെയും അകമേയിരുന്ന് രൂപസൗഭഗം ഉണ്ടാക്കിക്കൊടുക്കുന്നു. അതേ അറിവ് തന്നെ സംക്രമണം ചെയ്യുന്ന ഊർജങ്ങളെ വലിച്ചുകൂട്ടി നക്ഷത്രങ്ങൾ ഉണ്ടാക്കുന്നു. ആകാശഗംഗയെപ്പോലുള്ള താരാപഥങ്ങൾ ഉണ്ടാക്കുന്നു. സപ്തസാഗരങ്ങളിൽ ഉഷ്ണജലത്തെയും ശീതജലത്തെയും സംക്രമിപ്പിക്കുന്ന ശാക്തിക ചലനങ്ങൾ ഉണ്ടാക്കി ഭൂമിയുടെ ശീതോഷ്ണം സമീകരിക്കുന്നു. മനുഷ്യമേധയുടെ അഗാധതയിൽ മറഞ്ഞിരുന്നു കൊണ്ട് കാവ്യസങ്കല്പങ്ങളെ ഉണർത്തി അവൻ്റെ തൂലികയെ അനുഗ്രഹിച്ച് വാൽമീകിമാരെയും വ്യാസന്മാരെയും കാളിദാസന്മാരെയും ദാന്തേമാരെയും ഷേക്സ്പിയർമാരെയും സൃഷ്ടിക്കുന്നു. അറിയപ്പെടാതിരിക്കുന്ന ശാസ്ത്ര സത്യങ്ങളെ ഒന്നൊന്നായി വെളിപ്പെടുത്തി മണ്ണിൽ നിന്നും പറന്നുയർന്ന് വിണ്ണിനെ കീഴടക്കുന്ന ഉപായങ്ങൾ ഉണ്ടാക്കാൻ മനുഷ്യഹസ്തങ്ങളെ കുശലമാക്കുന്നു. ഉറക്കത്തിൻ്റെ ഇരുട്ടറയിൽ മയങ്ങിക്കിടക്കാനും സ്വപ്നത്തിൻ്റെ മായാലോകത്തിൽ ഗന്ധർവ നഗരങ്ങൾ പണിയുവാനും വ്യവഹാര മണ്ഡലത്തിലേക്ക് കടന്നുവന്ന് സംസ്കാരത്തിൻ്റെ ഉത്തുംഗ പീഠങ്ങൾ നിർമ്മിക്കുവാനും പിന്നെ അതെല്ലാം തച്ചുടച്ചിട്ട് പുതിയ ആകാശവും ഭൂമിയും സൃഷ്ടിക്കുവാനും അതേ അറിവ് തന്നെ സാഹസം കാണിക്കുന്നു. ഈ ബ്രഹ്മാണ്ട കടാഹത്തെ നോക്കി നിന്ന് അത്ഭുതം കൂറുന്ന ജീവസഞ്ചയങ്ങൾക്ക് ചേതന നൽകുന്ന അറിവ് ഒന്നെടുത്തു മാറ്റിയിട്ട്
ഈ ലോകത്തിന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കൂ. ആ അന്തർജ്യോതിസില്ലെങ്കിൽ പിന്നെയെല്ലാം സർവത്ര ഇരുട്ടു തന്നെ. ദേശവും കാലവും പിണ്ഡബോധവും നിറവും ശബ്ദവും മണവും രുചിയും പാരസ്പര്യവും എല്ലാം നഷ്ടപ്പെട്ട ലോകമല്ലാതായിത്തീരുന്നു. ഒന്നിനും പിന്നെ അർത്ഥമില്ല. എല്ലാറ്റിനും അർത്ഥം നൽകുന്നത് അറിവ് മാത്രമാണ്. ആ അറിവ് തന്നെ ആത്മാവ്, അതുതന്നെ സർവേശ്വരൻ, അതുതന്നെ നന്മയുടെയും സൗന്ദര്യത്തിൻ്റെയും സത്യത്തിൻ്റെയുമെല്ലാം പര്യായ ആയ ആത്മനാഥൻ. അതുതന്നെയാണ് ഞാനാണ് ഈ ലോകത്തിൻ്റെ കണ്ണ്.